ഹായ്, എന്താ പാട്? സുഖല്ലേ? അതായത് ഈ ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വരുന്നതിന്റെ മുന്നേ വിധി പ്രഖ്യാപിച്ചിരിക്കണു. BJP ആണ് കേരളം ഭരിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗം കൂടി ആയിട്ടാണ് നരേന്ദ്രമോദി ഇന്നലെ കൊച്ചിയിൽ വന്നതും പിന്നെ ഇത്രയും വലിയ എന്താ പറയാ സമ്മേളനങ്ങളും ജനസാഗരം ഒക്കെ ഒഴുകിയത് എന്നാണ് പറയുന്നത്. ശരിയായിക്കോട്ടെ, നമുക്കത് സമ്മതിച്ചു കൊടുക്കാം. എന്നവരോട് എന്താണ് നിങ്ങൾ കേരളത്തിന് ഇത്രയും കാലമായിട്ട് ചെയ്തത്, അതല്ലെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പോണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ നല്ല വ്യക്തമായ മറുപടി ഉണ്ട്. കേൾക്കണം നമുക്ക്? ഇതാ കേട്ടോ. ബ്രിട്ടീഷുകാർ തന്ന പേര് കേരള, അതിനെ മാറ്റി കേരളം എന്നത് ആക്കിയത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ്. കേട്ടല്ലോ, കേരള എന്നുള്ളതിനെ മാറ്റി കേരളം എന്നാക്കി വെക്കണു. അതൊക്കെ വലിയൊരു വികസനമാണ്. പറയട്ടെ, 70 കൊല്ലം നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ച് 70 കൊല്ലമായി. ഇതിനു മുമ്പ് മാറി മാറി ഭരിച്ച കോൺഗ്രസും CPM-ഉം ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ചെയ്തില്ല. നരേന്ദ്രമോദിജിയാണ് ഇന്ന് കേരള എന്ന പേരിൽ മാറ്റി കേരളം ആക്കിയത്. അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. മോദിജി, ആപ്കോ ഹം എന്റെ നന്ദി കൂടി കൂട്ടത്തിൽ നിങ്ങളാണ് പറഞ്ഞോളി. നിങ്ങൾ ഏതായാലും നന്ദി പറയുന്നുണ്ടല്ലോ. അതായത് 70 കൊല്ലമായിട്ട് സംസ്ഥാനം ഉണ്ടായിട്ടും സംസ്ഥാനം പോലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ മടിച്ച കാര്യമാണ് ഇപ്പൊ വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. ആരെ? നരേന്ദ്രമോദി. നമ്മൾ കേരളക്കാർക്ക് ആകെ ആവശ്യമുള്ളൊരു സംഗതിയായിരുന്നു. എന്ത് എടങ്ങേർ 5 ആയിരുന്നു ഈ കേരള കേരള എന്നെല്ലാരും വിളിച്ചിട്ട്. ഇപ്പൊ കേരളം എന്നായില്ലേ. ഇതിക്കും വലിയ പുരോഗമനം ഇനി എവിടുന്ന് കിട്ടാൻ ഞങ്ങൾക്ക്? അതുകൊണ്ട് നിങ്ങൾ വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. എന്തായാലും നിങ്ങൾ ബാക്കി പറ. കേരള എന്ന പേരിൽ മാറ്റി കേരളം ആക്കിയത് അദ്ദേഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. മോദിജി, ആപ്കോ ഹം സബ് ധന്യവാദ് ബോൾനാ ചാഹത്തെ ഹൈ കി ആപ്നെ ഹമാരെ. അതായത് ഹിന്ദി പറയുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, ആ പരിപാടിക്ക് മിക്കതും രാജസ്ഥാനിൽ നിന്നും UP നിന്നും കൊടുക്കുന്ന ആളുകളാ. കേരളത്തിന്റെ ആളുകൾ കുറച്ചുള്ളൂ. ഇവര് കേരളം പിടിച്ചെടുക്കാൻ വന്നതാണ്. ഇപ്പൊ ഇത് കെട്ടി വലിച്ചാണ്ട് കൊണ്ടുപോകാവോ? കാരണം എല്ലാരും കൂടെ കയറിട്ട് വലിച്ചാൽ പോകണം അത്ര ആളെ അവിടുന്ന് കിട്ടി കൊടുത്തോളൂ. എന്തിനു പോലെ സമ്മേളനത്തിന്? ബാക്കി പറ. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെല്ലാവരും ഏറ്റവും നല്ലൊരു കാര്യമാണ് അത്. കൂടുതൽ സംസാരിക്കണ്ട. നരേന്ദ്രമോദിജിനെ കേൾക്കാനാണ്. പക്ഷേ ഞാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. സാബുജി പറഞ്ഞ പോലെ 70 കൂടുതൽ സംസാരിക്കുന്നില്ല എന്നുള്ളത്. ബാക്കി പറ. ഇത് ഈ പ്രക്രിയ തുടങ്ങിയത് കഴിഞ്ഞ 10 കൊല്ലമൊന്നല്ല, ഇതിന് മുമ്പ് നടന്നതാണ്, മുമ്പ് തുടങ്ങിയതാണ്. മതിയായി എന്നാണ് ജനങ്ങൾ ഇപ്പൊ പറയുന്നത്. മതിയായി UDF, മതിയായി കോൺഗ്രസ്. ഇവര് രണ്ടുപേരും ശബരിമല കൊള്ളയാണോ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയമാണോ? അതെന്തേലും ആകട്ടെ, ഇത് ഈ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ വാക്കുകൾ നിർത്തുന്നു എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൈയടിച്ചു. അതിൽ വീണ്ടും 2 വാക്ക് സംസാരിക്കുന്നു പറഞ്ഞു. പിന്നെ ഇതന്നെ പറയുന്നത്. അപ്പൊ അത് നമുക്ക് കൂടാ. അടുത്തത് കേൾക്കാം. സത്യത്തിൽ ഇയാൾ നല്ലൊരു കോമഡി പീസാണ്. കാരണം ഇതിന്റെ മുമ്പ് വിളിച്ചാത്ത കല്യാണത്തിന് പോയി പറഞ്ഞമാതിരി സ്റ്റേജിന്മേൽ നേരത്തെ പോയിരുന്ന് സീറ്റ് പിടിച്ചാ മുതലാ. നോക്കാം. താങ്കൾ എങ്ങനെ വന്നു എന്നുള്ള പരിപാടി എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞാനൊരു മുൻ മന്ത്രിന്റെ കപ്പാസിറ്റിയിൽ പോകുന്നു. എന്നിട്ട് എന്താ അതില് അങ്ങനെ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ? അവർക്ക് സന്തോഷം അല്ലെങ്കിൽ സങ്കടം. ഓക്കെ, perfect, okay, and the test and 2 and the 10 and the cone and the back. പെർഫെക്റ്റ്. ഓക്കെ, ഓൾക്ക് സന്തോഷമല്ലേ സങ്കടം? ഇപ്പൊ ഇതിലേതെങ്കിലും ഒന്നല്ലേ ഉണ്ടാകുള്ളൂ. മഴ ഇല്ലാത്തുമ്പോ വെയിലാറണമാതിരി തന്നെ അതിന്റെ മറുപടി. കഴിഞ്ഞിട്ടില്ല, നിക്കവിടെ. ഇതൊന്നും കണ്ടോക്കാം. എന്താ സംഭവം മനസ്സിലായി ഞങ്ങക്ക്? രാജസ്ഥാനിന്ന് കെട്ടിയെടുത്തതാ. ലോഡ് കണക്കിനാ വന്നേക്കണേ. എന്തിനാ? കേരളം പിടിച്ചെടുക്കാന്. അതായത് ഈ കേരളത്തിലെ ആളുകളുടെ കാര്യം തീരുമാനിച്ചാൻ വേണ്ടിയിട്ട് രാജസ്ഥാനിലെ ആളുകളെ കൊടുക്കുന്നതാണ്. മനസ്സിലാക്കണം പോലെ ഒരു ഗതികേട്. ഇനി ഇതൊന്നും അല്ല, വേറെ നല്ല അസൽ നാടകമുണ്ട്. കാരണം നമുക്ക് കാണിച്ചു തരാം. 4-5 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ധർമ്മടം എന്നോട് പറഞ്ഞു കോട്ടയാണ്, അവിടെ പോരുത്, കോട്ടയാണ്. എന്തു കോട്ട? ആരുടെ കോട്ട? മഹാരാജാവാണ്. അവിടെ ഞാൻ പോയി, അവിടെ അദാലത്തിൽ പോയപ്പോൾ 5000 പേര് വന്നു. 5000 പേര് വന്ന് പറഞ്ഞു 5000 പേര് കറക്റ്റ് എണ്ണീക്കണു. അതായത് അവിടെ പോകരുതേന്ന് പറഞ്ഞു. വലിയൊരു കോട്ട ഇനത്തിൽ അവിടെ. ആരുടെ കോട്ട? എന്ത് കോട്ട?
വേണമെങ്കിൽ മുണ്ട് മടക്കി കുത്തും, വേണമെങ്കിൽ തൂറി എറിയുന്നൊക്കെ പണ്ട് പറഞ്ഞതല്ലേ. മറ്റേ ആരോ ലൂസിഫറത്തെ ഡയലോഗ് കാണാതെ പഠിപ്പിച്ചു കൊടുത്തിക്കുക. ഇയാൾ ഈ സിനിമ കണ്ടിട്ടില്ല, അപ്പൊ ഇയാള് വിചാരം ഇയാൾ പറയുന്ന 5 ഡയലോഗ് അതെന്നാ. അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി ചന്ദ്രൻ വരെ പോയി വന്ന മുതലായി പറയണത്, മനസ്സിലാക്കണം നിങ്ങള്. എന്നിട്ട് ഈ 5000 പേര് പറഞ്ഞ കംപ്ലൈന്റ് എന്താന്ന് കേൾക്കണ്ടേ? അതും ഈ കേരളത്തില് കേക്ക. 5000 പേര് വന്നു. 5000 പേര് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, വീടില്ല, തൊഴിലില്ല, ജീവിക്കാൻ ബേസിക് ഇഷ്യൂസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോഴാണ് കൃത്യമായി എനിക്ക് മനസ്സിലായത് ജനങ്ങളെ വഞ്ചിക്കാണ് ഇവരെ ഫുൾ ടൈം തൊഴിൽ. വേറെ ഒന്നും ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല, കഴിവില്ല. അവരിങ്ങനെ BJP വർഗീയവാദി പാർട്ടിയാണ്, BJP ഇതാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞ് നടക്കുന്ന പാർട്ടിയാണ്. കേട്ടില്ല നിങ്ങള്? ആരൊക്കെയാ പറഞ്ഞേക്കത്ര BJP വർഗീയ പാർട്ടിയാണ്? പിന്നെ ഒരു സത്യം പറഞ്ഞ അയാള് കണ്ടുപിടിച്ചിട്ടോ, പിണറായി സർക്കാർ ഇത്തിരി ആളുകളെ വഞ്ചിച്ചായിരുന്നു. എന്ത് മറ്റേ വെള്ളമില്ല, കറണ്ടില്ല, വീടില്ല, ഒന്നുമില്ല. ഇവര് പണ്ടൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു ഇവിടെ, മോദിയുടെ വലിയ ഫ്ലെക്സ് ബോർഡ്. എന്നിട്ട് എന്തിനാണത് വെച്ചോ ചോദിച്ചപ്പോ 1000 പേർക്ക് ഒരുമിച്ച് തൂറാൻ മുട്ടിയാലും കക്കൂസിന് ക്ഷാമല്ല, അതാണ് മോഡിജിയുടെ പവർ, മോഡിജി അത് ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചു. എന്താ സംഭവം നോക്കിയപ്പോ ഇയാൾ കുറച്ച് പാടങ്ങൾ വാങ്ങിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിരന്നിരുന്നാണ് തൂറാൻ പറഞ്ഞിരിക്കുക. അതാണ് ഇപ്പൊ ഈ 1000 പേർക്ക് ഒരുമിച്ച് ഇരുന്ന് തൂറാൻ പറ്റുന്ന കക്കൂസ് മോഡിജി കണ്ടുവച്ചിരിക്കണേ. എന്നിട്ട് അതിന് ഒരു ഫ്ലെക്സ് ബോർഡും. ആ മുതലാപ്പ പറയുന്ന കേരളത്തിൽ 5000 പേര് ഒരുമിച്ച് വന്ന് പറഞ്ഞു കുടിവെള്ളമില്ല, മറ്റേ വീടില്ല, അത്രയും പട്ടിണിയാണ് ഇവിടെ കേരളത്തില്. എന്തായാലും ആരും അറിഞ്ഞിട്ടില്ലേലും ഉബലയിലും അറിഞ്ഞു, തീർന്നിട്ടില്ല. ഇനി ഒരു പർദ്ദ നാടകം ഉണ്ട്, അത് കണ്ടുകൊള്ളു നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം. ഇതൊന്നും കണ്ടോ കാണി, ആരും കരയായിരുന്നാ മതി. വീടുമില്ല, സ്ഥലവുമില്ല. ഇവിടെ പഞ്ചായത്തിലെ അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തപ്പോൾ അവർ വന്നപ്പോൾ കൊടുത്തപ്പോൾ പറഞ്ഞ് പിന്നെ മോളെ പഞ്ചായത്തിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞ് ഭർത്താവ് ആദ്യം കല്യാണം കഴിച്ചു അവിടെ പോയി താമസിച്ചില്ല. ഒരു കാര്യം ചെയ്യാം, ഇത് യഥാർത്ഥത്തിൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ ഗ്രാമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന നടപ്പാക്കിയാൽ നിങ്ങളെ പോലുള്ളവർക്ക് ഉൾപ്പെടെ വീട് കിട്ടേണ്ടതാണ്. പിന്നെ വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. നിങ്ങളെ പോലുള്ളവരൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പിണറായി സഹകരണ ബാങ്കിൽ പിണറായി സഹകരണ ബാങ്ക് എന്നാണ്, അവിടെയാണ് ജപ്തി ചെയ്തത്. നോക്കാം, അത് കിട്ടിയാ മതി. കാരണം കൊടുക്കണ കായിന് ഒരു നന്ദി വേണല്ലോ. ഇതിപ്പോ കൂടുതലൊന്നും ഉണ്ടാവില്ല, 100-300 കൊടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ആ പിണറായി ബാങ്ക്, സഹകരണ ബാങ്ക്, ഇത് രണ്ടും അതിൽ മസ്റ്റായിട്ട് വരണം. അപ്പോഴേ കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് വരുള്ളൂ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഇപ്പൊ സഹായം കിട്ടി, പിണറായിക്ക് ഉള്ളൊരു കൊട്ടും കൊടുത്തിട്ടാണല്ലോ പോണെന്നുള്ള ഒരു സമാധാനം, ടോർച്ച് സുരക്കും ഉണ്ടാവും. 37 പിന്നെ പർദ്ദയൊക്കെ ഇട്ടിട്ട് ഈ കേരളത്തില് മരങ്ങനെ മൂടി പൊതച്ചിട്ട് അതും BJPയുടെ ഇതിക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഓല് ചില്ലറ ധൈര്യം നല്ല താത്താട്. അതവിടെ നിൽക്കട്ടെ, പാർട്ട് 2 കാണാം. സ്ഥലമില്ലാത്തവർക്ക് അടുത്ത ഘട്ടം. ഇപ്പൊ സ്ഥലമുള്ളവർക്ക് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം വാങ്ങിച്ചു. അമ്മ വാർഡേത് പേവാട് സ്ഥലം ഫ്ലാറ്റ് നമ്മൾ താമസിക്കുന്നവിടെ ഞാൻ കൗൺസിലർ പറഞ്ഞേക്കല്ല. ഇത് പിന്നെ സ്ഥലം ഇല്ലോലിക്കേ കൊടുക്കുള്ളൂ. അത് പിന്നെ സ്ഥലം ഇല്ലോലായാലും ശരി, ഇല്ലാത്തോലായാലും ശരി, ഒളിച്ചുമണി ചെന്നാ മതി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, മറ്റേ എന്താ ചങ്ങായിയുടെ പേര്, ആ വെറുതെ തൊള്ളിടൂലേ ബിഗ് ബോസിന്ന് പുറത്തു പോകുന്ന രാധാകൃഷ്ണൻ, എന്തെങ്കിലും കൃഷ്ണനായിക്കോട്ടെ, BJP പോയി. ബിഗ് ബോസ് മറ്റേ വിന്നറായി വന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് മറ്റേ എന്ത് മാരാറാണ്, ചണ്ടി മാരാറില്ല, അഖിൽ മാരാറ്, BJP പോയി. ഓനും മറ്റേ ബിഗ് ബോസ് വഴി വന്നതാ. അത് കഴിഞ്ഞപ്പോ ലാസ്റ്റ് എത്തിയ ഒരു വ്യക്തിയാണ് ഈ അനുമോള്. അനുമോളെ അവസ്ഥ ഇപ്പൊ എന്താ അറിയുമൊക്കെ കേട്ടോ. എനിക്ക് ഈ പറയുന്ന നമ്മുടെ BJP എടുത്തു കഴിഞ്ഞാൽ എനിക്ക്
ഒരുപാട് പേര് എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ സുരേഷ് ഗോപി സാറിന് ഇഷ്ടമാണ്, കോട്ടയം നരേന്ദ്രമോദി സാറിന് എനിക്ക് ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ എനിക്ക് കാണാൻ വയ്യ, ഫോണിന്റെ തന്ന സമയത്ത് കാണാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പുള്ളി ലൈഫിൽ എപ്പോഴെങ്കിലും എനിക്ക് കാണും വലിയ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ കൃഷ്ണമാർ സാർ, നമ്മുടെ ദിയാകൃഷ്ണയുടെയൊക്കെ അച്ഛൻ, പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഉണ്ണി മുകുന്ദനും നമ്മുടെ അഖിൽമായ ചേട്ടനും പിന്നെ നമ്മുടെ വിവേക് ഗോവൻ, ഇവരൊക്കെ BJP ഉള്ളവരാണ്. ഞാൻ ഇവരൊക്കെ അടുപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ്. ആരെന്ത് ചെയ്താലും നന്നായി പ്രവർത്തിക്കുക, നല്ലത് ചെയ്യുക, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നല്ല. അങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കളറായില്ലേ? ഓൾക്കുമ്പോ പോണം, പോയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാ ആയിക്കോട്ടെ, ശരി. പറഞ്ഞോളൂ, ഇവിടെ എന്തുകൊണ്ട് കലാപം നടക്കുന്നില്ല? കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്.